നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച ക്ഷേമ പെൻഷൻ്റെ വിതരണം 15-ാം തീയതി മുതൽ നടത്തിയതാണ്. ഡിസംബർ 15-ന് വിതരണം ആരംഭിച്ചു. കൈകളിലേക്കും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്കും തുക ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് 8.5 ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾക്ക് നാളെ ഇതുവരെയായിട്ട് അവരുടെ കേന്ദ്ര വിഹിതം ലഭിച്ചിട്ടില്ല. 200 രൂപ മുതൽ 500 രൂപ വരെ ലഭിക്കുന്നവരുണ്ട്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ, ഇവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിതരണം ആരംഭിച്ചിട്ടില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന അറിയിപ്പ്. അതുമാത്രമല്ല, ആദ്യമായിട്ടാണ് ഇത്രയും താമസിച്ച്, അതായത് വിതരണം ഇതുവരെ കേന്ദ്ര സർക്കാർ ആരംഭിക്കാത്തത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്താണ് വിതരണം തടസ്സപ്പെട്ടതിലുള്ള കാരണമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതായത് ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ ആനുകൂല്യമാണ് ഇപ്പോൾ തടസ്സപ്പെട്ട് കിടക്കുന്നത്. അതുമാത്രമല്ല, ഇനി വിതരണം എപ്പോഴാകുമെന്നൊരു അറിയിപ്പ് പോലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടേണ്ട സഹായമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർക്ക് 2000 രൂപയല്ല എത്തിച്ചേർന്നിട്ടുള്ളത്. ബാക്കി, അതായത് 1500 രൂപ ലഭിച്ചവരുണ്ട്, അതോടൊപ്പം തന്നെ 1800 ലഭിച്ചവരുണ്ട്. ബാക്കി തുകയൊക്കെ നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ ആ തുക തുടർച്ചയായിട്ട് വൈകിക്കഴിഞ്ഞാൽ, ചിലപ്പോൾ അത് കിട്ടാതായി കഴിഞ്ഞാൽ, പണ്ട് ഗ്യാസ് സബ്സിഡിയൊക്കെ ഉണ്ടായിരുന്ന പോലെ, അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ജനങ്ങളെ വലിയ കാര്യമായിട്ട് തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ ആനുകൂല്യങ്ങൾ മുടങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എത്രയും വേഗം വിതരണം പുനരാരംഭിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന സംസ്ഥാന സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, വിതരണം എന്ത് കാരണത്തിൽ മുടങ്ങിയെന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ സംസ്ഥാന സർക്കാർ അന്വേഷിക്കുന്നുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് പുതിയൊരു തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി, അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൽ നിയമസാധ്യതകളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം 2026 ഇതിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുക. ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നതിന് പകരമായിട്ട് നേറ്റിവിറ്റി കാർഡ്, ഓരോ വ്യക്തിക്കും ഫോട്ടോ പതിച്ച നേറ്റിവിറ്റി കാർഡുകൾ വിതരണം ചെയ്യുന്ന രീതിയിലേക്കാണ് സംസ്ഥാന സർക്കാർ പുതിയ കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി ആലോചിക്കുന്നത്. ഇത്തരത്തിൽ കാർഡുകൾ വരുന്നതോടെ നിലവിൽ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് കറണ്ട് കണക്ഷനൊക്കെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കെല്ലാം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് ഒരു കാലപരിധിയുണ്ട്. അത് മാത്രമല്ല, നിശ്ചിത സമയം കഴിയുമ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അസാധുവായി മാറുകയും ചെയ്യും. പിന്നീട് ഓരോ ആവശ്യങ്ങൾക്കും വെവ്വേറെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റുകൾ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാക്കി സ്ഥിരം, അതായത് ആജീവനാന്തം ഉപയോഗിക്കാൻ സാധിക്കുന്ന നേറ്റിവിറ്റി കാർഡ് എന്ന രീതിയിലേക്ക്, ഒരു ID കാർഡ് എന്ന രീതിയിലേക്ക് ഇത് മാറ്റി വിതരണം ചെയ്യുന്നതിനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. ഓൺലൈൻ വഴി അപേക്ഷകൾ സ്വീകരിച്ച് തഹസിൽദാർമാർ വെരിഫിക്കേഷൻ നടത്തി വിതരണം ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്. വളരെ വൈകാതെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ വരുന്നതാണ്. അതിനുശേഷമായിരിക്കും അപേക്ഷകൾ സ്വീകരിക്കുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ സപ്ലൈകോ വഴിയൊക്കെ ഫെയറുകൾ അവസാനിക്കാറായിട്ടുണ്ട്. എത്രയും വേഗം ആനുകൂല്യങ്ങൾ വാങ്ങുക. സബ്സിഡി ഉൽപ്പന്നങ്ങൾ, അതോടൊപ്പം 25 രൂപ നിരക്കിൽ 20 കിലോയോളം അരി, ഇതെല്ലാം തന്നെ സപ്ലൈകോ വഴി നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പ്രത്യേക ഫെയറുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ ഇതുവരെ വാങ്ങാത്തവർ എത്രയും വേഗം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. 31-ാം തീയതിക്ക് മുൻപ് ആനുകൂല്യങ്ങൾ വാങ്ങുക. അതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴി ആനുകൂല്യങ്ങൾ വാങ്ങാത്തവർ അത് വാങ്ങുന്നതിനും ഇനി 31-ാം തീയതിയുടെ മുൻഗണനാ റേഷൻ കാർഡിലേക്കുള്ള അപേക്ഷകൾ അവസാനിക്കും. APL വിഭാഗത്തിൽ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ അതിലേക്ക് കൂടി അപേക്ഷകൾ സമർപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.